എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാനുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സർ എന്ന പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്ത ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. ആ വിഷയത്തിൽ ഇടപെടേണ്ടതാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. 0484-2830-510 ഈ നമ്പറിൽ ഫോണിൽ നേരിട്ട് വിളിക്കാം. വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. 6235968937 വാട്സാപ്പിലൂടെ ഈ നമ്പറിൽ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു നൽകാം. നമ്മളൊരു സമര വാർത്തയിലേക്കാണ് ഇന്ന് ആദ്യം പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 6 ദിവസം പിന്നിടുന്നു. ഇന്ന് ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ധനകാര്യ വകുപ്പുമായി കൂടിയാലോചിക്കണം എന്ന മന്ത്രിയുടെ അഭിപ്രായത്തിനെതിരെ ആശാ വർക്കർമാർ രംഗത്തെത്തി. സമരം തുടരാനാണ് തീരുമാനം. കോവിഡ് കാലത്തുൾപ്പെടെ നമുക്കായി പൊരുതിയ മനുഷ്യരാണ് ആശാ വർക്കർമാർ. പോരാളികളെന്ന് വിളിച്ചഭിനന്ദിച്ച സർക്കാർ പക്ഷേ പോരാളികളുടെ ആവശ്യങ്ങൾ കേട്ടില്ല. സമരം തുടങ്ങുന്നത് ഫെബ്രുവരി 10-ന്. അതിനും എത്രയോ മുൻപ് ആവശ്യങ്ങൾ അത്രയും ഇവർ സർക്കാരിന് മുന്നിൽ ഉയർത്തിയതാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, 3 മാസത്തെ വേതന കുടിശ്ശിക നൽകുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. സമരം 6 ദിവസം പിന്നിട്ടപ്പോഴാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളുമായി മന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഒരു ഡിമാൻഡും ചർച്ച, അതിനകത്തൊരു പരിഹാരം കാണാൻ അവരൊരു നിർദ്ദേശം വെച്ചിട്ടല്ല സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിനു മുൻപായിട്ട് ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർ ആകെ പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ സർക്കാരിന്റെ ധനകാര്യ വിഷയത്തിലുള്ള അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ധനകാര്യ വകുപ്പുമായി തീരുമാനത്തിലെത്തിയ ശേഷം ഇനി ചർച്ചയ്ക്ക് വിളിച്ചാൽ മതിയെന്ന് സമരക്കാർ വ്യക്തമാക്കി. ഓണറേറിയം വർധനവ്, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കൽ, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റ് അത്തരമൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. ഗവൺമെന്റ് തീരുമാനത്തിൽ എത്തട്ടെ. നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രശ്നമല്ല കാരണം. ഗവൺമെന്റ് തീരുമാനത്തിൽ എത്തിയിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കട്ടെ. നമുക്ക് ഗവൺമെന്റിന്റെ തീരുമാനമാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമരം പൂർവാധികം ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അവർ ചർച്ച ചെയ്യട്ടെ. ധനകാര്യ വകുപ്പുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടും ചർച്ച ചെയ്തിട്ട് വന്നാൽ മതി. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിൽ അവർ ചർച്ചയ്ക്ക് വരട്ടെ. ചർച്ച പരാജയപ്പെട്ടതോടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം തുടരാനാണ് തീരുമാനം. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 20-ന് സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരെയും എത്തിച്ചുകൊണ്ട് മഹാസംഗമം നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. 7000 രൂപ എന്ന തുച്ഛമായ ഓണറേറിയമാണ് ഇവർക്കുള്ളത്. തുക വർധനവ് ഉൾപ്പെടെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ പലതാണ്. ആവശ്യങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപേ സർക്കാരിന് മുൻപിലുള്ളതുമാണ്. ചർച്ചയ്ക്ക് വിളിക്കും മുൻപെങ്കിലും നാളുകളായുള്ള ഇവരുടെ ആവശ്യങ്ങൾ മന്ത്രി നോക്കേണ്ടതല്ലേ? ഇനിയും ഈ മനുഷ്യരെ പരിഹസിക്കരുത്. ക്യാമറാമാൻ മനീഷ് വിയസിനൊപ്പം സലിം ബാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. 20-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞങ്ങളുടെ സമരം നമ്മൾ ശക്തമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സമരം ഡിമാൻഡ് നേടിക്കൊണ്ടേ നമ്മൾ പോവുള്ളൂ. അംഗീകരിക്കണം. അംഗീകരിച്ചാലേ ഞങ്ങളിവിടെ എണീറ്റ് പോകത്തുള്ളൂ. ആരോഗ്യ കേന്ദ്രത്തിന് ഒരുപാട് പദ്ധതികൾക്ക് ഫണ്ടുണ്ട്. അപ്പം ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദ്യം വേതനം മാറ്റിവെക്കുക. നമുക്ക് ഈ 7000 രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒന്നും ആവില്ല. വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വാടക തന്നെ 10-10000 രൂപയാവും. 18 വർഷമായി ആരോഗ്യ മേഖലയിൽ താഴേക്കിടയിലുള്ള സകല ജോലികളും സർക്കാരിനെ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന റെക്കോർഡുകളാണ് ഇവരെല്ലാം യുഎൻഒയ്ക്ക് അയക്കുന്നത്. ഉറപ്പായിട്ടും ഇത് വിജയിച്ചേ പറ്റുള്ളല്ലോ. വിജയിക്കാതെ ഇത് ഞങ്ങൾ പിന്നോട്ടില്ല. പരിഗണിക്കാനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മന്ത്രി പരിഗണിക്കുമെന്ന്. പരിഗണിച്ചിട്ടേ ഞങ്ങളിത് സമരം പിൻവലിക്കുകയുള്ളൂ. 19 വർഷമായി നമ്മുടെ ആശമാരായിട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ അതിനൊരു പരിഹാരം കിട്ടിയില്ല.
നാടിനായി അവർ ചെയ്യുന്ന സേവനങ്ങൾ കോവിഡ് കാലത്തടക്കം ചെയ്ത സേവനങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് സർക്കാരിന്റെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ പ്രേക്ഷകരും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള ചോദ്യം എബ്രഹാം തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സീന മുഹമ്മദ് പറയുന്ന ഗർഭിണികൾക്ക് ആവശ്യമായ മരുന്നുകൾ മുതൽ കുട്ടികളുടെ ആരോഗ്യകാര്യം ഇതൊക്കെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നതാണ് ആശാവർക്കർമാർ. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ആർക്കും സഹായധനമൊന്നും കിട്ടില്ല എന്നുള്ള വിമർശനം അൻസാർ ബീഗം ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ സജീവമായി തന്നെ പ്രേക്ഷകർ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ജോസ്വിൻ ജോസഫ് പറയുന്നത് കോവിഡ് കാലത്ത് ആശാവർക്കർമാർ ചെയ്തത് മറക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് പൊതുവിൽ ഉയരുന്നത്. ആ വിഷയത്തിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് നഴ്സിംഗ് കൗൺസിൽ. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാനാണ് തീരുമാനം. പീഡനത്തിനുപയോഗിച്ച കത്തിയും ഡംബലുകളും ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയായ SFI നേതാവിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. 24 എക്സ്ക്ലൂസീവ്. പ്രതികളായ KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, NS ജീവ, C റിജിൽജിത്ത്, NB വിവേക് എന്നിവരുടെ തുടർ പഠനം വിലക്കാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. ക്രൂരമായി റാഗിംഗ് നടത്തിയ പ്രതികൾക്ക് നഴ്സിംഗ് വിദ്യാർത്ഥികളായി തുടരാൻ യോഗ്യതയില്ല. പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റ് നൽകരുതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. കോളേജ് ഹോസ്റ്റലിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പീഡനത്തിനുപയോഗിച്ച കത്തി, ഡംബൽ, കോമ്പസ് എന്നിവ കണ്ടെടുത്തു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. പക്ഷേ ഞങ്ങൾക്ക് ഫുള്ളി കൺവിൻസ്ഡ് അല്ല. ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി വേഗത്തിൽ പോകണം. ജുഡീഷ്യറിയുടെ ഒരു മേൽനോട്ടത്തിൽ വേണം ഈ അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ ഈ അന്വേഷണം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുത്തു പോകും. പ്രതിയായ SFI നേതാവിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. കുറ്റക്കാരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വി ശിവൻകുട്ടി. ചിലപ്പോൾ ഒറ്റതിരിഞ്ഞോ മറ്റോ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ നമുക്ക് കഴിയുള്ളൂ. അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും. കോളേജിന്റെ വീഴ്ച ആരോപിച്ച് AISF-ഉം AIYF-ഉം കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഇപ്പോൾ വരുന്ന ഒരു തട്ടിപ്പ് വാർത്തയിലേക്കാണ് ഇനി. എറണാകുളം കളമശ്ശേരിയിൽ സൈബർ അറസ്റ്റ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ 36 ലക്ഷം തട്ടിയെടുത്ത കേസിൽ കൊല്ലം കാരാളി സ്വദേശി അലൻ തങ്കച്ചൻ അറസ്റ്റിൽ. കൊറിയർ വഴി MDMA അയച്ച കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. ശ്യാംകുമാർ ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, എങ്ങനെയായിരുന്നു തട്ടിപ്പ്? ശ്യാംകുമാർ. ഉന്മേഷ്, കൊല്ലം സ്വദേശിയായ അലൻ ആറ് അക്കൗണ്ടുകളിലൂടെ 36 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി. കൊറിയറിലൂടെ അയച്ച MDMA പാഴ്സലായി എത്തിയെന്നും ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശിയാണ് മുംബൈ പോലീസിന്റെ പേരിൽ സൈബർ അറസ്റ്റും തട്ടിപ്പും നടത്തിയത് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കളമശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മറ്റു ജനകീയ വിഷയങ്ങളിലേക്കും ഒപ്പം വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നൽകിയ വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ സജീവമായ ഇടപെടൽ യൂട്യൂബിൽ ഉണ്ടാകുന്നുണ്ട്. ലിറ്റിൽ തോട്ട്സ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് വരുന്ന വലിയ ചിന്ത ഇങ്ങനെയാണ്: മാതൃകാപരമായ ശിക്ഷാ നടപടിയെടുത്താൽ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു പാഠമാകും എന്നാണ് റാഗിംഗ് വാർത്തയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ആ നിലയ്ക്ക് തന്നെയാണ് പൊതുവിൽ പൊതുജനങ്ങൾ ചിന്തിക്കുന്നത്. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവ് MC ഖമറുദ്ദീനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ചിത്താരി സ്വദേശികളും സഹോദരങ്ങളുമായ സാബിറ, അഫ്സാന എന്നിവർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഫാഷൻ ഗോൾഡിന്റെ കീഴിലുള്ള 4 ജ്വല്ലറികളുടെ പേരിൽ 700-ലധികം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് പറ്റിച്ചു എന്നാണ് പരാതി. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, കേസ് വീണ്ടും സജീവമാവുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? അതുതന്നെയാണ് ഉന്മേഷ്, കേസ് വീണ്ടും സജീവമാകുന്നു. മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലായ കേസാണ്, സമ്മർദ്ദത്തിലാക്കിയ കേസാണ്. മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ് MC ഖമറുദ്ദീൻ, മുൻ മഞ്ചേശ്വരം MLA ആണ്. വീണ്ടും ഈ MC ഖമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ്, കണ്ണൂർ യൂണിറ്റുകളാണ്, സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ കാസർഗോഡ്, കണ്ണൂർ യൂണിറ്റുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 4 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു കേസ് അന്വേഷണം. ഇപ്പോൾ ചിത്താരി സ്വദേശികളായ സാബിറ, അഫ്സാന എന്നിവർ നൽകിയ പരാതിയിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപമായി ഇരുവരിൽ നിന്നും 15 ലക്ഷം രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ പരാതി. 15 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്.
കാഞ്ഞങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ MC കമറുദ്ദീനെ ഹാജരാക്കി കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 15 കേസിലാണ് നേരത്തെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഈ കേസൊക്കെ തന്നെ ബാക്കി കേസുകളുണ്ട്. 700-ലധികം പേരിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നും പറയുന്നുണ്ട്. ഈ പരാതികളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 200ഓളം പരാതി നിലവിൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഈ ചെറുവത്തൂർ, അതുപോലെ തന്നെ തലശ്ശേരി തുടങ്ങി 4 ജ്വല്ലറികളാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ കേസിൽ പ്രതികളായിരുന്നു. MC കമറുദ്ദീനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്. അരുൺ പാറയ്ക്കലാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് 2 തീപിടുത്ത വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പത്തനാപുരം ചിതൽവെട്ടിയിൽ SFCKയുടെ 20 ഏക്കറിലധികം റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. തീയണയ്ക്കാൻ ഫയർഫോഴ്സിന്റെ ശ്രമം ഇപ്പോൾ നടക്കുന്നു എന്ന് അറിയിക്കുന്നുണ്ട് AV ജയശങ്കർ. അതോടൊപ്പം തന്നെ മഹാകുംഭമേളയിൽ വീണ്ടും തീപിടുത്തമെന്ന വാർത്ത R അച്യുതൻ നൽകുന്നു. സെക്ടർ 18, 19 എന്നിവിടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് അച്യുതൻ അറിയിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കുറവില്ല. തിരുവനന്തപുരം പാലോട് യുവതിക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കെ മദ്യപിച്ചെത്തിയ ഭർത്താവ് അടിവയറ്റിൽ ചവിട്ടി. അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗർഭമലസിപ്പോയി. യുവതിയുടെ പരാതിയിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. 4 വർഷം മുൻപാണ് പാലോട് നന്ദിയോട് സ്വദേശിനിയും നെടുമങ്ങാട് സ്വദേശി പ്രവീണുമായുള്ള വിവാഹം. വിവാഹശേഷമുള്ള ആദ്യ നാളുകളിൽ പ്രശ്നമില്ലായിരുന്നു. പിന്നീട് സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിലും സൗന്ദര്യമില്ലെന്നും പറഞ്ഞ് ഭർത്താവും അമ്മായിയമ്മയും മോശമായി പെരുമാറി തുടങ്ങി. വീട്ടിൽ നിന്ന് പണം വാങ്ങി വരണമെന്ന് ആവശ്യപ്പെട്ട് പ്രവീൺ ഉപദ്രവിച്ചു. ഗർഭിണിയായിരിക്കെ മദ്യപിച്ചെത്തി അടിവയറ്റിൽ ചവിട്ടി. ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പിന്നെ ആയപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടന്ന് വഴക്കായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. അതിൻ്റെ പേരിന് പിന്നെ 8 മാസമായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ വയറ്റിൽ ചവിട്ടി. പിന്നെ നല്ല ബ്ലീഡിങ് ഒക്കെ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി, നെടുമങ്ങാട് ആശുപത്രിയിൽ. പ്രസവിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 2 കുട്ടികൾ ഇരട്ട കുട്ടികളായിരുന്നു, 2 കുട്ടികളും മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ മുഖമൊക്കെ കണ്ട് മരിച്ചെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി. യുവതിയുടെ അച്ഛൻ നന്ദിയോടുള്ള ക്ലിനിക്കിൽ സഹായിയാണ്. അവിടുത്തെ ഡോക്ടർ മകളെ ചെക്കപ്പിന് വിളിച്ചപ്പോഴാണ് വിവരം പറയുന്നത്. തുടർന്ന് ഡോക്ടർ നിർബന്ധിച്ചതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. പാലോട് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ അവർ പറഞ്ഞ് കേസെടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണത്. അമ്മായിയമ്മയ്ക്ക് ഇത്തിരി കുഴപ്പമാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടന്നു ഇതൊക്കെയായിരുന്നു. പിന്നെ അമ്മായിച്ചെ മോശമായിട്ട് പെരുമാറൊക്കെ ഇതൊക്കെ തന്നെ, തോണ്ടലും അതൊക്കെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ച്. യുവതിയുടെ പരാതിയിൽ ഭർത്താവ് പ്രവീൺ, ഭർത്തൃപിതാവ് പ്രകാശൻ, അമ്മ ചന്ദ്രിക എന്നിവർക്കെതിരെ പാലോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നെടുമങ്ങാട് മെക്കാനിക്കാണ് പ്രവീൺ. പാലോട് നിന്ന് VS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരത്തിലുള്ള കേസുകൾ സമീപകാലത്തായി കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. ഗാർഹിക പീഡനം തടയുന്നതിന് നിയമമുണ്ടെങ്കിലും കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിലാണ് ഗാർഹിക പീഡനങ്ങൾ തുടർന്ന് മഞ്ചേരിയിലെ വിഷ്ണുജ ആത്മഹത്യ ചെയ്തതും ഇപ്പോൾ പാലോട് നിന്ന് പുറത്തുവരുന്ന ഈ വാർത്തയും എത്തുന്നതും. 3-4 മാസം ആയപ്പോഴും നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെയാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ കിടന്ന് വഴക്കായിരുന്നു. ഞാൻ ഗർഭിണിയായിരുന്നു. അടിവയറ്റിൽ ചവിട്ടി. പിന്നെ നല്ല ബ്ലീഡിങ് ഒക്കെ വന്ന് ഇരട്ട കുട്ടികളായിരുന്നു, 2 കുട്ടികളും മരിച്ചെന്ന് പറഞ്ഞു. സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഗാർഹിക പീഡനങ്ങൾ കേരളത്തിൽ തുടർക്കഥയായി മാറുകയാണ്. തിരുവനന്തപുരം പാലോട് നന്ദിയോട് സ്വദേശിയായ യുവതി ഭർത്താവിൽ നിന്ന് ക്രൂര പീഡനത്തിനിരയായി ഗർഭമലസിപ്പോയതാണ് ഏറ്റവും ഒടുവിലത്തേത്. സ്ത്രീധനം നൽകാത്തതിന്റെ പേരിലും സൗന്ദര്യമില്ലെന്നും പറഞ്ഞും ഭർത്താവ് പ്രവീണും ഭർത്തൃമാതാവ് ചന്ദ്രികയും നിരന്തരം മോശമായി പെരുമാറിയിരുന്നുവെന്ന് യുവതി പറയുന്നു. 3-4 മാസം ആയപ്പോഴും നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കിടന്ന് വഴക്കായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. അടിവയറ്റിൽ ചവിട്ടി. പിന്നെ നല്ല ബ്ലീഡിങ് ഒക്കെ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി, നെടുമങ്ങാട് ആശുപത്രിയിൽ. പ്രസവിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 2 കുട്ടികൾ ഇരട്ട കുട്ടികളായിരുന്നു, 2 കുട്ടികളും മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ മുഖമൊക്കെ കണ്ട്
മരിച്ചെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി. അച്ഛൻ്റെ അമ്മയടുത്തും ആരടുത്തും പറഞ്ഞില്ല. 3-4 ദിവസം ഞാൻ അവിടെ പോയി നിന്നു, അങ്ങ് പോയി നിന്നു, ചേട്ടൻ്റെ വീട്ടിൽ പോയി നിന്നു. അപ്പോഴും പപ്പ ഫസീലയിലാണ് ജോലി ചെയ്യണത്. അപ്പോഴവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് പറയണ ഈ കാര്യങ്ങളെല്ലാം. ജാനുവരി 30 മലപ്പുറം മഞ്ചേരി എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ അനുഭവിച്ചത് സമാനതകളില്ലാത്ത പീഡനങ്ങളായിരുന്നു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടും സൗന്ദര്യമില്ലെന്ന് ആക്ഷേപിച്ചുമായിരുന്നു പീഡനങ്ങൾ. ഭർത്താവ് പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, പീഡനം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാനത് പറഞ്ഞുണ്ടാക്കും. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു. ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. അവളുടെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. ജാനുവരിയിൽ തന്നെയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷെഹാന മുംതാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനം മൂലമാണ് ഷെഹാന ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് 19-കാരി ഷെഹാനയെ നിരന്തരം അവഹേളിക്കുമായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ചതോടെയാണ് ഷെഹാന മാനസികമായി തകർന്നത്. പീഡനം തന്നെയാണ്. കാരണം കളറില്ല, ഒരു 10-20 ദിവസം കൂടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. നേരത്തെ കണ്ട് വീട്ടിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം പിന്നെ വീട്ടുകാർ വന്ന് കണ്ടു. അതിനുശേഷം കല്യാണം നിശ്ചയിച്ചു. ഡ്രസ്സ് എടുക്കാൻ വരെ കൂടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കല്യാണം നിൽക്കാതെ കഴിഞ്ഞ് 20 ദിവസത്തോളം കൂടെ താമസിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരെ ഒരു പ്രശ്നമില്ല. അവനാൾ ഇവിടുന്ന് പോകുന്നവരെ ഒരു പ്രശ്നമില്ല. അതിനുശേഷമാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് ഗാർഹിക പീഡന കേസുകളിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 9 വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016-ൽ 3455 ഗാർഹിക പീഡന കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 2021 മുതൽ 24 വരെ ഓരോ വർഷവും 5000-ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമം 2006 ഒക്ടോബറിൽ നിലവിൽ വന്നെങ്കിലും ഫലപ്രദമായി ഇത് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നിരന്തരം ആവർത്തിക്കുന്ന പീഡനങ്ങൾ അടിവരയിടുന്നത്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർ സജീവമായി തന്നെ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. പെൺമക്കൾ കല്യാണത്തോട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് റീന സതീശൻ പറയുന്നു. പീഡനങ്ങളുടെ പരമ്പര ഓരോ ദിവസവും കൂടുകയാണല്ലോ കേരളത്തിലെന്ന് എബ്രഹാം തോമസിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. സജീവമായി തന്നെ വിഷയം കേരളം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. പത്തനാപുരം ചിതൽവെട്ടിയിൽ SFCKയുടെ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. അഗ്നിരക്ഷാ സേന തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. AV ജയശങ്കറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, വലിയ തീപിടുത്തമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ്, പത്തനാപുരം ചിതൽവെട്ടിയിലെ SFCKയുടെ 20 ഏക്കറോളം റബ്ബർ തോട്ടത്തിലാണ് വൈകിട്ടോടുകൂടി തീപിടുത്തമുണ്ടായത്. ഈ സമീപ പ്രദേശത്തുള്ള ഒരു പറമ്പിൽ, സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തീ റബ്ബർ തോട്ടത്തിലേക്ക് വ്യാപിച്ചു എന്നാണ് നാം നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ പുനലൂർ, അടൂർ, പത്തനാപുരം ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നിന്ന് 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ടാങ്കർ ലോറിയിലും മറ്റും വെള്ളം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയുടെ എല്ലാം തന്നെ പരിമിതി ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്നു. എന്തായാലും നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ SFCKയുടെ ചെയർമാനുമായി, MD-യുമായി മറ്റും നമ്മൾ ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മരങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ച് വലിയൊരു നഷ്ടം, ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായെന്ന് അദ്ദേഹം പ്രാഥമികമായി തന്നെ ഈ കാര്യത്തിൽ വിവരങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും തീ അടയ്ക്കാനുള്ളൊരു ശ്രമം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് വലിയ ചൂടാണ്. അത് തീ ആളിപ്പടരാനും ഇതിന്റെ വ്യാപനം കൂടാനും കാരണമാകും. വൈകിട്ടോടുകൂടി ഈ കാലാവസ്ഥയും മറ്റും മാറുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ ഫയർ എഞ്ചിനുകളും മറ്റും എത്തിച്ച് തീ പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. എന്തായാലും നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തൽ. പക്ഷേ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായി എന്ന കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ തൊട്ടടുത്തേക്ക് ഈ ജനവാസ മേഖലയുണ്ടോ, അതോ മറ്റ് ഏതെങ്കിലും തരത്തിൽ കാടുകളൊക്കെയുള്ള പ്രദേശമാണോ? അപ്പോൾ ആ തരത്തിലൊരു മുൻകരുതൽ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ജയശങ്കർ? നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ മറ്റൊരു തീപിടുത്തം ഉണ്ടായതും അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതും. ജയശങ്കർ,
അതായത് ഉന്മേഷ, ഈ റബ്ബർ തോട്ടത്തിന് സമീപമായി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ലയമുണ്ട്. അത് വളരെ അടുത്ത് തന്നെയാണ്, ഈ തോട്ടത്തിന് അടുത്ത് തന്നെയാണ് ഈ ലയം സ്ഥിതി ചെയ്യുന്നത്. ആ ലയം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഫയർഫോഴ്സിന്റെയും മറ്റും ഭാഗത്തുനിന്നുണ്ട്. കാരണം അങ്ങോട്ട് തീ പടരുകയാണെങ്കിൽ അതിന്റെ വ്യാപ്തി കുറച്ചധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഈ 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. പത്തനംതിട്ട ജില്ലയിൽ നിന്നും കൊല്ലത്തുനിന്നുള്ള 4ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഈ വാട്ടർ ടാങ്കിലും വലിയ തോതിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഈ വാഹനങ്ങൾക്കും മറ്റും ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും മറ്റും എത്താൻ ചെറിയ തോതിലുള്ള പരിമിതി നേരിടുന്ന സ്ഥലമാണ്. ഇതിന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതാണ് ആദ്യഘട്ടത്തിൽ ചെറിയ വെല്ലുവിളിയായത്. പക്ഷേ നിലവിൽ ഈ ഫയർ യൂണിറ്റുകളൊക്കെ എത്തിച്ച് ഈ ലയത്തിലേക്ക് മറ്റും തീ പടരാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ എന്തായാലും ഫയർഫോഴ്സിന്റെയും മറ്റും ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും വലിയൊരു നാശനഷ്ടം ഈ തീ പിടുത്തത്തിൽ ഉണ്ടായി എന്നാണ് പ്രാഥമികമായി SFCK MD തന്നെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇതിന്റെ കണക്കെടുപ്പ് ഉൾപ്പെടെ നടക്കണം. ആദ്യഘട്ടത്തിൽ നിലവിൽ തീ അണയ്ക്കുക എന്ന് തന്നെയാണ് പ്രാധാന്യം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. നിലവിലും ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ തുടരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ വലിയ തോതിൽ വലിയ ആശങ്കയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഫയർഫോഴ്സിനെ കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, ശരി. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ നാശമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ 3 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസെടുത്തേക്കും. എഴുന്നള്ളിപ്പിൽ നിയമലംഘനം നടന്നതായി മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. അപകടത്തെ തുടർന്ന് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പ് താൽക്കാലികമായി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ലീല, രാജൻ, അമ്മക്കുട്ടിയമ്മ എന്നിവർക്ക് ജീവൻ പൊലിഞ്ഞു. 31 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ക്ഷേത്രവും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും മന്ത്രി സന്ദർശിച്ചു. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ നിഷ്പക്ഷമായി, കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും വീഴ്ചകൾ പരിശോധിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ. ധനസഹായം ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാക്കും. വരും വർഷങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. സമഗ്രമായ അന്വേഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന തരത്തിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ അന്വേഷണം എന്താണ് കണ്ടെത്തുന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും മന്ത്രി നിഷ്പക്ഷമായൊരു അന്വേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇത് നമ്മുടെ ഉത്സവമായതിനെ കൊണ്ട് പല കാര്യങ്ങളുണ്ടാവാം, അശ്രദ്ധയപ്പെട്ടതുണ്ടാവാം. അത് അന്വേഷണത്തിലൂടെ അറിയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടെ എന്തായാലും ഞാൻ സഹകരിക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആനയെ കൊണ്ട് വലിയൊരു തുക തന്നെ നമുക്ക് ഇൻഷുറായിട്ട് കിട്ടുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ക്ഷേത്രവും ഈ ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് നമുക്ക് കിട്ടും. ബാക്കി എല്ലാ നാട്ടുകാരും കൂടെ തന്നെ ഉണ്ട്. എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് എല്ലാ സഹായങ്ങളും നമുക്ക് എത്തിക്കും. എന്തായാലും ഇപ്പോൾ മേശാന്തിയോട് സംസാരിച്ചു. മേശാന്തി തന്നെ പറഞ്ഞു എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. കാരണം രഥവുമാവാം അല്ലെങ്കിൽ തേരുമാകാം എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ തന്ത്രസംഹിതയിൽ അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് തന്ത്രസംഹിതയിൽ വാഹനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഇന്ന വാഹനം വേണമെന്ന് പറയുന്നില്ല, ആന വേണമെന്ന് പറയുന്നില്ല. ദേവന് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വാഹനം, അത് രഥവുമാവാം തേരുമാകാം, അല്ലാതെ ആന എന്ന പദം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെ ഈ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഭീകരമായ ദുരന്തത്തെ കൂടി അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു, പടക്കം പൊട്ടിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചു, ആനകൾക്ക് ചങ്ങല ഇട്ടിരുന്നില്ല തുടങ്ങിയ വീഴ്ചകളാണ് വനം വകുപ്പ് CCFും ADMും സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആന എഴുന്നള്ളിപ്പിന് കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 21 വരെ നിരോധനം ഏർപ്പെടുത്തി. സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. വിഷയത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.
ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിലായി. അസം സ്വദേശിയായ റിങ്കി, റഷീദുൽ ഹക്ക് എന്നിവരാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. ബീഹാർ സ്വദേശികളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി ഇന്നലെ രാത്രിയാണ് പരാതി ലഭിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതെപ്പോഴായിരുന്നു സംഭവം? എവിടെ നിന്നാണ് പ്രതികൾ പിടിയിലായത്? വിവരങ്ങൾ വിഷ്ണു. ഉന്മേഷ 14-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എത്തുന്നത്. ഇങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന്. ബീഹാർ സ്വദേശികളാണ് പരാതി ഉന്നയിച്ചത്. അവർ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ അടയാളമടക്കം പോലീസിനോട് പറയുകയും ചെയ്തു. അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിക്കൊണ്ടുപോയതിൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് കുട്ടി ഈ പോലീസ് ഇവരുടെ ഫോട്ടോകളൊക്കെ ഈ പ്രദേശത്തുള്ള പ്രശ്നക്കാരായ ട്രാൻസ്ജെൻഡറുകളുടെ ഫോട്ടോയൊക്കെ ഈ ബീഹാർ സ്വദേശികളെ കാണിച്ചത്. അതിൽ നിന്നാണ് ഈ പ്രതി റിങ്കി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിനെ ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഈ റിങ്കിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. റെയിൽവേ സ്റ്റേഷനുകളും അതോടൊപ്പം ബസ് സ്റ്റാൻഡുകളൊക്കെ കേന്ദ്രീകരിച്ച് CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ രാത്രിയോടുകൂടി കൊരട്ടി ഭാഗത്ത് വെച്ച് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ റിങ്കിയെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടിയത്. ഈ പരാതിക്കാർ പറയുന്നതനുസരിച്ച് കുട്ടിയെ തട്ടിയെടുത്ത് 70,000 രൂപ ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് പോലീസ് കേസെടുത്തത്. ആ കേസിലാണ് ഇപ്പോൾ രണ്ടുപേരെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. ട്രെയിനിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശൂരിൽ നിന്ന് കുട്ടിയെ അസാമിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. ഇതിനിടയിലാണ് പോലീസിന്റെ വലയിൽ ഇവർ പെട്ടത്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ മുൻപരിചയമുണ്ടോ, അതല്ലെങ്കിൽ ആസൂത്രണമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായ പരിശോധന ആലുവ എറണാകുളം റൂറൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഉന്മേഷം. വിഷ്ണു, ഇവർ ഈ പരിചയം മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ? കാരണം ഇത് എവിടെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്? തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളാണോ? അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതില്ലേ വിഷ്ണു? ഉന്മേഷ്, വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ഭാഗത്തു നിന്നുള്ള, അതായത് നിലവിൽ ഈ പരാതി ഇങ്ങനെയാണ്: കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 70,000 രൂപ ആവശ്യപ്പെട്ടു എന്ന പരാതിയിന്മേലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഈ കുട്ടി ബീഹാർ സ്വദേശികളുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ റിങ്കിയെയും അതോടൊപ്പം റിങ്കിയുടെ സുഹൃത്തിനെയും പിടികൂടിയത്. ഈ ബീഹാർ സ്വദേശികളും ഈ റിങ്കിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ പരിചയമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ ചില വിവരങ്ങളൊക്കെ പോലീസിന് ഇതോടകം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ആസൂത്രണം ഇതിലുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കൃത്യമായി കുട്ടിയെ സ്പോട്ട് ചെയ്ത് തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ അത് നേരത്തെ കുട്ടിയെ നോക്കിവെച്ച് അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ മുൻപരിചയം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. കുട്ടിയെ ഇന്ന് വൈകിട്ട് കുറച്ചു മുമ്പാണ് കുട്ടിയെ എറണാകുളം റൂറൽ ഓഫീസിൽ എത്തിച്ചത്. മാതാപിതാക്കൾക്ക് കൈമാറാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു പക്ഷേ പോലീസിന്റെ പക്കൽ ഇവർ പിടികൂടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവർ കുട്ടിയുമായി അസാമിലേക്ക് കടക്കുമായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനിടയിൽ തന്നെ കൃത്യമായി ഇവരെ സ്പോട്ട് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇതിൽ റിങ്കി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഇയാളുടെ സുഹൃത്ത് അഷിഖ്, അയാളെയും കൂടിയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. 70,000 രൂപ ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു എന്നായിരുന്നു പരാതി. ശരി വിഷ്ണു സുരേഷാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. രവികുമാർ PB പറയുന്നത് ഒരു ഇതര സംസ്ഥാനക്കാരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നാണ്. അങ്ങനെയല്ല, അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് നല്ല ആളുകളും ചീത്ത ആളുകളും ഒക്കെ. ഒരു സംഭവത്തിൻ്റെ പേര് നമ്മൾ ഒരിക്കലും അത്തരമൊരു തീർപ്പിൽ എത്തിച്ചേരാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാട്ടാനശല്യത്തിൽ വലഞ്ഞ മൂന്നാർ. പടയപ്പയ്ക്കും ഒറ്റക്കൊമ്പനും പിന്നാലെ പുതുതായി എത്തിയ മോഴയാനയും ആശങ്ക സൃഷ്ടിക്കുകയാണ്. ദേവികുളം സിഗ്നൽ പോയിന്റിൽ വിദേശ വിനോദസഞ്ചാരികളുമായി എത്തിയ ഇന്നോവ കാർ മോഴയാന ചവിട്ടിമറിച്ചു. തലനാഴിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. തോട്ടം മേഖലയിൽ ആനക്കൂട്ടങ്ങളും തമ്പടിച്ചിട്ടുണ്ട്. വേനൽ കടുത്തതോടെ കൂടുതൽ അക്രമ സ്വഭാവത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് വന്യമൃഗങ്ങൾ. മൂന്നാർ മേഖലയിൽ ഓരോ ദിവസവുമുണ്ട് കാട്ടാന ആക്രമണങ്ങൾ. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ആനകളുണ്ട് തോട്ടം തൊഴിലാളികൾക്കും വിനോദസഞ്ചാരികൾക്കും ആശങ്ക സൃഷ്ടിച്ച് ജനവാസ മേഖലയിൽ. ഇന്ന് രാവിലെ 11 മണിയോടെ ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് വിനോദസഞ്ചാരികളുടെ ടാക്സി കാർ കാട്ടാനെ ആക്രമിക്കുന്നത്. റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആന കാർ ചവിട്ടി മറിച്ചിട്ടു. അത്ഭുതകരമായാണ് കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ നേരെ വന്ന് ചവിട്ടുകയാണ് ചെയ്തത്. സെൻട്രൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. അത് സംഭവിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം തൊട്ട് ഫ്രണ്ടിലായിപ്പോയി, ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അവരും ചവിട്ടി നടത്തി. ചവിട്ടി എന്നെ ചവിട്ടിയുള്ളൂ.
ആനയുടെ കൂടി നാടായ കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കാനെത്തിയ UK സ്വദേശികളായ വിനോദസഞ്ചാരികൾ കാട്ടാനയാക്രമണത്തിൽ ശരിക്കും ഞെട്ടി. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് പുറത്തിറക്കിയ വിനോദസഞ്ചാരികളെ വനം വകുപ്പ് സുരക്ഷിതമായി മൂന്നാറിൽ എത്തിക്കുകയും ചെയ്തു. കാർ ആക്രമിച്ച മോഴയാന സമീപത്തുണ്ടായിരുന്ന പശുവിനെ ചവിട്ടിക്കൊന്നു. തുടർന്ന് RRT എത്തിയാണ് ആനയെ തുരത്തിയത്. മൂന്നാർ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാനയാക്രമണത്തിൽ വലിയ ആശങ്കയാണ് പ്രദേശവാസികൾക്ക്. தொடர்ந்து இந்த வாரம் ஃபுல்லா புது புது யானைகளாக வந்துகிட்டு இருக்கு. இந்த யானைகள்லாம் சல்லியப்படுத்தாதிக்கிற ஒழிஞ்சு പൊതുമക്കൾക്ക് எந்த ஒரு பாதுகாப்பும் இல்லாம இருக்கு. മൂന്നാറിലെ ആനക്കൂട്ടത്തിലേക്ക് എത്തിയ പ്രശ്നക്കാരനായ ഒറ്റക്കൊമ്പൻ കാട്ടാന പരിക്കുകളോടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പടയപ്പയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ പരിക്കെന്നാണ് വനം വകുപ്പ് പറയുന്നത്. പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകണോ എന്നത് വനം വകുപ്പ് തീരുമാനിച്ചിട്ടില്ല. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ആനകൾ എത്തുകയാണ്. നിലവിലെ RRTക്ക് ഉള്ള ആനകളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. മൂന്നാറിലെ കാട്ടാന ഭീതിക്ക് അറുതിയില്ല. പടയപ്പ മുതൽ ഒറ്റക്കൊമ്പൻ, മഞ്ഞക്കൊമ്പൻ തുടങ്ങി നിരവധി കൊമ്പന്മാരാണ് മൂന്നാറിനെ വിറപ്പിക്കുന്നത്. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. 2 ദിനങ്ങൾക്ക് മുൻപ് മൂന്നാറിലിருந்து മറയൂർ போகிற வழியில் ஒரு டெம்போ டிராவலரை படையப்பா என்கிற யானை சேதப்படுத்துச்சு. அதுலேயும் யாருக்கும் எந்த ஒரு சேதாரமும் கிடையாது. 2 நாள் கழித்து பார்த்தீங்கன்னா KSRTC அதே மாதிரி தாக்கப்பட்டது. டவுனில் சுற்றி திரிகிற யானைகளை கட்டுப்படுத்தவும், எஸ்டேட் பகுதியில் சுற்றி திரிகிற யானைகளை கட்டுப்படுத்தவும் RRTயும் முன்வர வேண்டும். மூணாறில் வனவிலங்கு சல்லியம் பயங்கரமாக நாளுக்கு நாள் அதிகரிச்சுட்டு வருது. காட்டு ஆனை பாருங்கள், ரோடை மறிக்குது, ஆளுகளை போக விட மாட்டேங்குது. வண்டி பிரச்சனை, வண்டியை அடித்து நொறுக்குது. இங்கே பொதுமக்கள் ஒரு சமாதானமாக வாழ முடியல. புலி பாருங்கள், 100 நாள் வேலை செஞ்சுட்டு இருக்கும்போது சைலண்ட் வெளியில் புலி ஒன்னாடி சென்ன சாடி போகுது. ஆளுங்க வந்து ஒரு நிம்மதியாக வேலை செய்ய முடியல. പകല് ഈ റോഡ് സൈഡ് നിൽക്കും, രാത്രിയാകുമ്പോൾ വീട്ടിൽ അടുത്ത് വരും. മൊത്ത ശല്യം. ഇപ്പോൾ ആന ശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഈ എസ്റ്റേറ്റ് മേഖലയിൽ ഇരിക്കാൻ പറ്റില്ല, അത്ര ഒരു ശല്യമുണ്ട്. അപ്പോൾ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. പത്തനംതിട്ട ആറന്മുള കച്ചേരിപ്പടിയിൽ ടൂറിസ്റ്റ് ബസ്സും പിക്കപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. പിക്കപ്പ് ഡ്രൈവർ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ AV ജയശങ്കർ അറിയിക്കുന്നുണ്ട്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയ ലെസർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വന്യമൃഗാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷക പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആനകൾ മനുഷ്യരെ വിടില്ലെന്ന് തോന്നുന്നെന്ന് പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു. ആരിഫ് AP കളത്തൂർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ആനകൾ, പുലി, കടുവ, സിംഹം ഇതൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന നവദുർഗ എന്നുള്ള അക്കൗണ്ട് നിന്ന് പറയുന്നു. രവികുമാർ PV പറയുന്നത് ഈ ആനകൾ ഇവിടെ നിന്ന് വരുന്നു, എന്തായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? അങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്ത് മൃഗങ്ങളുടെ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു, വനംവകുപ്പിന്റെ അശ്രദ്ധ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് ആരിഫ് AP കളത്തൂറിന്റെ പ്രതികരണം. അങ്ങനെ പ്രേക്ഷകർ കൂടി ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ വീണ്ടും തീപിടുത്തം. സെക്ടർ 18, 19 എന്നിവിടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ. അച്യുതൻ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഉന്മേഷ്, മഹാകുംഭമേളയ്ക്കിടയിലാണ് വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സെക്ടർ 18, 19 എന്നിവിടങ്ങളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്നാൽ നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതായാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ തീ പടർന്ന സമയത്ത് തന്നെ അഗ്നിരക്ഷാ സേന എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിപ്പോൾ നിയന്ത്രണ വിധേയമാക്കി എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. 6:15 ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. നിരവധി ടെൻറ്റുകൾ കത്തി നശിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്ന കാരണം സംബന്ധിച്ചും വ്യക്തതയില്ല. നേരത്തെ ഒരു വലിയ തീപിടുത്തം ഇതേ മഹാകുംഭമേളയിൽ ഉണ്ടാവുകയും അതിനുശേഷം മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതായത് പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ടെൻറ്റുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്തായാലും ആ കാരണം കൂടി വരേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായതെന്നുള്ളത് നിലവിൽ ആ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ ഈ വന്യജീവി ആക്രമണ വാർത്തകളുമായി ബന്ധപ്പെട്ട് സുജാത പറയുന്ന നമ്മുടെ അരിക്കൊമ്പനെ കുറിച്ച് വിവരവുമില്ലല്ലോ എന്നുള്ളതാണ്. അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഫെൻസിംഗ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇനിയും ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഷാഫി കൊമ്മേരി മസ്കറ്റിൽ നിന്ന് പറയുന്നത്. അങ്ങനെ പ്രേക്ഷകർ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് സജീവമായി. അടുത്തൊരു റിപ്പോർട്ടിലേക്കാണ്. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം 27-ാം തീയതി ആരംഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായുള്ള നടപടികൾ പൂർത്തിയായി എന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ. 24 ഇമ്പാക്ട്. മധ്യ കേരളത്തിലെ പ്രധാന നഗരമായ ചങ്ങനാശ്ശേരിയിൽ ഒരു ബസ് ടെർമിനൽ അടക്കം നിർമ്മിക്കാനാണ് KSRTC തീരുമാനിച്ചത്. പക്ഷേ
നാളിതുവരെ യാതൊന്നും നടന്നില്ല. ഇതോടെ വലിയ ദുരിതമാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർ അനുഭവിച്ചിരുന്നത്. 2023 ജനുവരി 5-നാണ് ചങ്ങനാശ്ശേരി KSRTC ടെർമിനൽ പൊളിച്ചു മാറ്റുന്നത്. പുതിയ ബസ് ടെർമിനൽ 6 മാസത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നാളിതുവരെ ഒന്നും നടന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിലത്തുള്ള കാത്തിരിപ്പ് യാത്രക്കാർക്ക് ദുരിതമായിരുന്നു. നിൽക്കുന്നവർക്ക് നിൽക്കാൻ സ്ഥലമില്ല, തണുപ്പായ സ്ഥലമില്ല, എല്ലാം വെയിലത്ത് വണ്ടിയുടെ പുറകിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുക, പെട്രോൾ പമ്പിനകത്ത് കയറിയിരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഒരു മഴ പെയ്ത് പിന്നെ ഇവിടെ മനുഷ്യരിരിക്കേണ്ടത് എവിടെയാണ്? ഇതെല്ലാം സർക്കാർ വേണം ഇതിനെല്ലാം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം. ഉണ്ടായിരുന്ന സ്ഥലം അവർ പൊളിച്ചു കളഞ്ഞ്, ഇവിടെ ഉണ്ടായിരുന്ന പൊളിച്ചു കളഞ്ഞ് മനുഷ്യൻ വെയിലത്ത് നിൽക്കുക. യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടു. 27-ാം തീയതി തന്നെ സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു. ഈ ചങ്ങനാശ്ശേരി ബസ് സ്റ്റേഷൻ ഊരാരങ്കൽ സൊസൈറ്റി എടുത്തേക്കുന്നത് ഒരു 6-7 മാസം കൊണ്ട് അവർ പൂർത്തിയാക്കാമെന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നത്. 28-ാം തീയതി കല്ലിടും വൈകിട്ട്. കൃത്യമായി ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയത്. താൽക്കാലിക സംവിധാനം യാത്രക്കാർക്കായി ഒരുക്കിയിരുന്നുവെങ്കിലും ഇതൊന്നും ഗുണം ചെയ്തില്ല. മധ്യകേരളത്തിലെ തന്നെ പ്രധാന KSRTC സ്റ്റാൻഡുകളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് തീരുമാനം. മാസങ്ങൾക്കകം തന്നെ KSRTC സ്റ്റാൻഡിന്റെ പണി പൂർത്തിയാകുമെന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകുമ്പോൾ അത് വലിയ ആശ്വാസമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. എത്രയും വേഗം ആ പണി പൂർത്തിയാക്കി സ്റ്റാൻഡ് തുറന്നു കൊടുക്കാനാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. അടുത്ത റിപ്പോർട്ടിലേക്ക്. നാടെങ്ങും പാതിവില തട്ടിപ്പിൽ കുരുങ്ങി പണം നഷ്ടമായവരുടെ വിലാപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മുണ്ടൂരിലും 280 പേർ ഈ രീതിയിൽ തട്ടിപ്പിൽ അകപ്പെട്ടു. BJP നിയന്ത്രണത്തിലുള്ള നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തി. മുണ്ടൂരിൽ മാത്രം 276 പേരാണ് പാതിവില തട്ടിപ്പിന് ഇരയായത്. ഇവർ നൽകിയ തുക ഏതാണ്ട് കോടികൾ വരും. തങ്ങളുടെ പണം തിരികെ കിട്ടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണിവർ. 276 പേരാണ് മുണ്ടൂരിലെ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയിൽ ചേർന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് കോടികളാണ് വാങ്ങിയെടുത്തത്. ഇരുചക്ര വാഹനത്തിന്റെ വിലയായി 60,000 രൂപയും മറ്റ് ചാർജുകളിലായി 5,900 രൂപയുമാണ് ഓരോരുത്തരിൽ നിന്നും BJPയുടെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി പിരിച്ചെടുത്തത്. BJP നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ നേതാക്കളുടെ അറിവോടെയാണ് തട്ടിപ്പെന്നാണ് CPM അടക്കം ആരോപിക്കുന്നത്. പച്ചയ്ക്ക് നട്ടുച്ച വെയിലത്ത് കക്കാമെന്ന് BJPയും കോൺഗ്രസും ചേർന്ന് കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ. അത് കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഒരാളുടെ പൈസ നഷ്ടപ്പെടാനും അനുവദിക്കില്ല. പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നിയമ നടപടികളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പറഞ്ഞ സമയം അത്രയും കഴിയുകയും പാതിവില തട്ടിപ്പ് സംസ്ഥാന തലത്തിൽ തന്നെ പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി പണം നൽകിയവർ സൊസൈറ്റിയിലെത്തിയത്. സീഡ് സൊസൈറ്റിയാണ് ഞങ്ങളെല്ലാം, യുവ കോപ്പറേറ്റീവ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും അവർ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റിമൂവ് ചെയ്തത് ഉന്നതം നിന്നാണെന്ന് പറയുന്നത്. അവരെന്നാ വരട്ടെ, അവർ വന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കട്ടെ. CPIM പ്രതിഷേധത്തെ തുടർന്ന് സൊസൈറ്റി പോലീസ് പൂട്ടിച്ചു. വേറെ ഒരു സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയാണ്. അവരാണ് ഇവർക്ക് കൊണ്ട് പൈസ കൊടുത്ത് ഇവിടെ നിന്നാണ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിൻ്റെ പേരിലാണ് അവർ പോയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിട്ടല്ല. BJP നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നാണ് പരാതിക്കാർ പറയുന്നത്. തങ്ങളുടെ പണം തിരികെ കിട്ടും വരെ ഇവിടെ പ്രതിഷേധമിരിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. രാജീവ് സുദേവിനൊപ്പം മുണ്ടൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ മറ്റൊരു തട്ടിപ്പ് വാർത്ത വരുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഗ്രേഡ് SI അറസ്റ്റിൽ. തൃശൂർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ഷഫീർ ബാബു അറസ്റ്റായി. 3.5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്?
ഉന്മേഷ്, ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയിട്ടുള്ള ഷഫീർ ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3.5 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇയാൾക്കെതിരെ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കർണാടക സ്വദേശികളുടെ കയ്യിൽ നിന്ന്, അത് ഒരാളുടെ കയ്യിൽ നിന്നല്ല, മറ്റാളുകളുടെ കയ്യിൽ നിന്നായി ഈ 3.5 കോടി രൂപ തട്ടി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ASIയെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കർണാടക പോലീസ് ഈ കേരളത്തിലെത്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മടങ്ങിയിരിക്കുന്നത്. കർണാടകയുടെ സാമ്പത്തിക കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ശ്യാംകുമാർ അറിയിക്കുന്നു, കോതമംഗലം കോഴിപ്പള്ളി ചെക്ക് ഡാമിൽ അമ്മയും മകളും അകപ്പെട്ടു. ഈ അപകടത്തിൽ മകൾ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ ശ്യാംകുമാർ അറിയിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി എൻകൗണ്ടർ പ്രൈം കാണാം. KR ഗോപികൃഷ്ണൻ എത്തും.